ദർശൻ്റെ നയനയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനഘയെ കാണാനായിട്ട് നമ്മുടെ നയനയും ചന്തുമോളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അനഘ നയനയോട് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല. ചന്തുമോളെ കാണുമ്പോഴേക്കും അനഘയ്ക്കും നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും ആ കൂട്ട് നിൽക്കുന്ന സ്ത്രീ പറയുന്നുണ്ട് നയനയോട്, അഭിസാറിനെ കാണുമ്പോൾ മോളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരുണ്ട് കൂടും, ഭയങ്കര ദേഷ്യവും സങ്കടവും ഉള്ളതുപോലെയൊക്കെ ആകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന ചിന്തിക്കുന്നുണ്ട്, അഭി എന്തിനാണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്, എന്തിനാണ് അവനിപ്പോഴും എപ്പോഴും വന്നിങ്ങനെ അനഘേനെ ടോർച്ചർ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ നയനെ സംശയിക്കുന്നുണ്ട്. അഭി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവല്ല ഇതിൻ്റെ പിന്നിലെന്നുള്ളത് എനിക്കറിയാം. ഈ കുട്ടിയെ പറ്റിച്ചത് ആരാണോ അയാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പം. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ചന്തുമോളെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. അനയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അവളുടെ അമ്മയും അച്ഛനും തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ്. അതുമോളെ അങ്ങനെ മറന്നു കളയാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നും ഞാൻ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയന. ഈ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തപ്പാനുണ്ട്, ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ സ്ത്രീയോട് നയന ചോദിക്കുകയാണ് കേട്ടോ. ഏയ് ഇല്ല മേഡം, ഇടയ്ക്ക് ആദർശ് സാറും വന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. മേഡം വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല മേഡം, കാരണം ഈ കുട്ടി ഇവിടെ താമസം ഉറപ്പാക്കിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് മേഡത്തിന് വേണ്ട സാധനങ്ങളോ തെളിവുകളോ ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സ്ത്രീ. അപ്പോഴേക്കും പറയുന്നുണ്ട്, എന്നാൽ മേഡം ഇവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കും, ഞാൻ എന്തായാലും മേഡത്തിന് കുടിക്കാനുള്ള ജ്യൂസൊക്കെ എടുക്കാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും, വേണ്ട ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, നിങ്ങൾ അനഘയുടെ കാര്യം നോക്കൂ, വേണമെങ്കിൽ ഇച്ചിരി ചന്തുമോക്ക് മാത്രം കൊടുത്തേരെ എന്നിങ്ങനെ നയന പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് മാറി ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന ആ റൂമിൽ മൊത്തം അന്വേഷിക്കുന്നുണ്ട്, അലമാരിക്കകത്തും കബോർഡിലും ഫോട്ടോയിലും എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു തെളിവും കിട്ടുന്നില്ല. കുറേ നേരം അന്വേഷിച്ചിട്ടാണ് അവസാനം അനഘയുടെ സാരിയൊക്കെ വെച്ചേക്കുന്ന ആ കബോർഡിൽ നിന്നും ഈ പെൻഡ്രൈവ് നമ്മുടെ നയനയ്ക്ക് കിട്ടുന്നത്. പെൻഡ്രൈവിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും, അബിയെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അബിക്കെതിരായിട്ടുള്ള തെളിവായിട്ട് ഈ പെൻഡ്രൈവിൽ എന്തെങ്കിലുമൊക്കെ കാണും നമ്മുടെ നയന ഇങ്ങനെ ആശിക്കുകയാണ് കേട്ടോ. നേരെ അനഘയുടെ അടുത്ത് നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പെൻഡ്രൈവ് എന്താണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാര്യങ്ങളാണ് നീ ഇതിൽ സൂക്ഷിക്കുന്നതെന്നും എനിക്കറിയില്ല, എന്താണെങ്കിലും ഞാനിത് കൊണ്ടുപോവുകയാണ്, ഇതൊന്ന് ഇട്ട് നോക്കട്ടെ, എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിലും ഇല്ലെങ്കിലും ഞാനിത് നിന്നെ തിരിച്ചേൽപ്പിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. എന്തായാലും ഈ ഒരു പെൻഡ്രൈവിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ തെളിവുകളുണ്ടെങ്കിൽ ഇതെനിക്ക് ഹെൽപ്പായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും തന്നെ അനഘയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ആ ഒരു സ്ത്രീ നമ്മുടെ ചന്തുമോക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തോട്ട് ആ കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. ചന്തുമോക്കും അമ്മയെ കണ്ടതിൻ്റെ ഒരു സന്തോഷം മുഖത്തുണ്ട്. എന്നിട്ട് ആ സ്ത്രീ നയനയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടിയോ മോളെ, ആ മോളുടെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് മോക്ക് കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്കൊരു പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും അത് കൊണ്ടുപോയി നോക്കട്ടെ, അതിനുള്ളിൽ എന്താണെന്ന് നോക്കട്ടെ, അബിയെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഇതിൽ കാണാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്, അനകുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂഡ് ഔട്ടാകും, അന്ന് കണ്ണീന്ന് ഇങ്ങനെ കൊടകടാന്ന് ചാടും. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന്, കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ഞാൻ ഓർക്കും. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ചന്തുമോൾ നിങ്ങളുടെ സുരക്ഷിതമായ കൈകളിലാണെന്നുള്ളൊരു സമാധാനം ആ കുട്ടിക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ആ കുട്ടി വെറുക്കുന്ന ഒരാളും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കാണുമല്ലോ, അതായത് ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയ ആൾ മുത്തശ്ശനും നിങ്ങളുമൊക്കെ കുഞ്ഞിനെ നല്ലപോലെ തന്നെ നോക്കും എന്നുള്ളൊരു ഉറപ്പ് എന്തായാലും ഈ കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടെന്ന്, ഭദ്രമായ കൈകളിൽ തന്നെയാണ് തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചെന്നുള്ളൊരു ആശ്വാസം എന്തായാലും ഈ കുട്ടിക്ക് കാണുമെന്നൊക്കെ ഇങ്ങനെ ആ സ്ത്രീ നയനയോട് പറയുന്നുണ്ട്. മറ്റെവിടെ പോയാലും ചന്തുമൊക്കെ ഇത്രയും സ്നേഹവും പരിചരണവും ഒന്നും കിട്ടില്ല, നിങ്ങളുടെ അടുത്ത് അത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കോണം, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി, എപ്പോഴും എന്നെ വിളിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നയന നമ്പറൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഈ സമയത്തും അനഘ കരയുകയാണ്, കാരണം ചന്തുമോള് വന്ന് കണ്ടിട്ട് പോയതിൻ്റെ ആ ഒരു വിഷമമൊക്കെയാണ് നമ്മുടെ അനഘയ്ക്ക്. ചന്തുമോള് വന്നിട്ട് അനഘനെ കെട്ടിപ്പിടിച്ചിട്ട് അനഘയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് കരയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോവുകയാണ്, കുറേ നേരം ആയില്ലേ വന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന ചന്തുമോളെ വിളിക്കുന്നുണ്ട്, വാ മോളെ ഇനി നമുക്ക് വീട്ടിൽ പോകാം, ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അമ്മയെ ഇങ്ങനെ വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും തന്നെ കാറിൽ കയറിയിരുന്നിട്ട് നമ്മുടെ നയന ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനും ചന്തുമോളും കൂടെ അനഘയെ കാണാൻ വന്നതായിരുന്നു, അനഘയെ കണ്ടു, ഞാൻ എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴേക്കും
എനിക്ക് അനഘയുടെ അലമാരിക്കകത്തുനിന്ന് ഒരു പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. ആ പെൻഡ്രൈവ് ഞാൻ എടുത്തപ്പോഴേക്കും തന്നെ അനഘയോട് ഞാൻ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. ഇതിലെന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാനിത് നോക്കിയിട്ട് നിൻ്റെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള എന്തെങ്കിലും തെളിവ് ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ ഇത് തിരിച്ചേൽപ്പിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേക്കും തന്നെ അനഘയുടെ മുഖത്തൊരു പ്രസാദം പോലെ എനിക്ക് തോന്നിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ ഓഫീസിലുണ്ട്, നീ എന്തായാലും നേരെ ഇങ്ങോട്ടേക്ക് പോരെ, നമുക്ക് ആദ്യം ആ പെൻഡ്രൈവിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അബി ഏർപ്പാട് ചെയ്തിട്ടുള്ള ആ ഗുണ്ടകളുണ്ടല്ലോ, ആ ഗുണ്ടകൾ എപ്പോഴും ഇങ്ങനെ അനഘയുടെ വീടിന് കാവൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർ വിളിച്ചിട്ട് അബിയോട് പറയുന്നുണ്ട്, സാറേ ആ നയന എന്ന് പറയുന്ന പെണ്ണിവിടെ വന്നിട്ടുണ്ടായിരുന്നു, കൂടെ ചന്തുമോളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് വന്നത്. കുറച്ചധികം നേരം ഇവിടെ അനഘയുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അവരെന്തൊക്കെയോ അവിടെ അന്വേഷിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ അബി പറയുന്നുണ്ട്, എന്നെ തപ്പിയാലും അവിടുന്ന് ഒന്നും കിട്ടത്തില്ലടാ, എല്ലാം ഞാൻ അവിടുന്ന് സേഫായിട്ട് മാറ്റിയിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് എല്ലാ തെളിവുകളും മാറ്റിയിട്ടുണ്ട്, ഇനി അവിടുന്ന് ഒരു പേപ്പർ പോലും അവൾക്ക് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബി. എന്നിട്ട് ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട് അബിയോട്, അല്ല സാറേ, അനഘ കിടക്കുന്ന റൂമിൻ്റെ ആ ജനലിൻ്റെ അവിടെ പോയി ഞാൻ അവർ സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ അവർ എന്തോ തെളിവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ പെണ്ണിൻ്റെ കയ്യിൽ എന്തോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്താണെന്നവർ വ്യക്തമാക്കി പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തോ ഒരു തെളിവ് ഉണ്ട്, എനിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അതിനെ തിരിച്ചേൽപ്പിക്കാമെന്നൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ പാടില്ല, നിങ്ങളാണെന്നറിയാത്ത രീതിയിൽ അവളുടെ ബാഗ് എങ്ങനെയും മോഷ്ടിക്കാൻ ശ്രമിക്കണം, ബാഗ് മോഷ്ടിക്കണം, അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് സാറേ ബാഗ് മോഷ്ടിക്കുന്നത്, ആ പെണ്ണ് ഇവിടെ നിന്ന് കാറിനല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അബി അവരോട് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് മോഷ്ടിക്കണം, അതിലെന്താണ് ഉള്ളതെന്ന് അറിയണം, അവൾക്ക് അവിടുന്ന് എന്താ കിട്ടിയെന്നുള്ളത് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഞങ്ങളെന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നയന ഇതുപോലെ ആദർശിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ആദർശ് എന്തായാലും നയനയോട് ഓഫീസിലേക്ക് വരാനും പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നയന ആദർശിനടുത്ത് പറയുന്നുണ്ട്, ചന്തമോക്ക് 2-3 ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി എന്നിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിൽ പോയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇവരെ ഫോളോ ചെയ്ത് ആ ഗുണ്ടകൾ വരുന്നുണ്ടായിരുന്നു. ചന്തമോളും നയനയും കൂടെ ആ ടെക്സ്റ്റൈലിലൊക്കെ കയറിയിട്ട് ചന്തമോക്ക് 2-3 ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അതേപോലെ തന്നെ നവ്യയുടെ കുഞ്ഞിനും ഉള്ള ഡ്രസ്സ് മേടിച്ചിട്ട് അവരിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി വരുമ്പോഴേക്ക് തന്നെ ഈ ഗുണ്ടകളിൽ ഒരാൾ ഓടി വന്നിട്ട് ഈ നയനയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അയാൾ ആ ഓട്ടോയിൽ കയറിയിട്ട് അവരങ്ങ് പോവുകയാണ്. നയന എൻ്റെ ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകെ കുറച്ച് ദൂരം ഓടിയെങ്കിലും അവർ ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയാണ്. പിന്നെ അവർ മുഖം മൂടി ഇട്ട് വന്നതുകൊണ്ട് തന്നെ നയനയ്ക്ക് ആളെ തിരിച്ചറിയാനും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നയനയൊക്കെ വന്ന കാറാണെങ്കിൽ അത് കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരെന്തായാലും ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ആ കാർ പാർക്കിംഗ് ചെയ്തേക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു ഗുണ്ട വന്നിട്ട് ഈ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. കുറച്ച് ദൂരം അയാളുടെ പിന്നാലെ ഓടിയെങ്കിലും അയാൾ ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ട് പോവുകയായിരുന്നു. നയന തിരിച്ച് പെട്ടെന്ന് ചന്തുമോളെ ഓർത്തുകൊണ്ട് ചന്തുമോളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും തന്നെ ഡ്രൈവർ അങ്ങോട്ടേക്ക് വരികയാണ്. ഡ്രൈവർ വണ്ടിയായിട്ട് വരുമ്പോഴേക്കും തന്നെ ഡ്രൈവറുടെ ഫോൺ മേടിച്ചിട്ട് നമ്മുടെ നയന ആദർശൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ്, ഇന്നപോലെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചന്തുമോക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് കയറിയായിരുന്നു. ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ കള്ളന്മാർ വന്നതിൻ്റെ ഭാഗ്യം മോഷ്ടിച്ചുകൊണ്ട് പോയി, എനിക്ക് അത് തിരിച്ച് പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നീ കാറിൽ കയറിയിട്ട് ഇങ്ങി പോരെ, നമുക്ക് എന്തായാലും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ നയനയും ചന്തുമോളും ഓഫീസിലേക്ക് എത്തുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അങ്ങനെ നയന എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ആദർശൻ്റെ അടുത്ത് പറയുകയാണ്. ഇന്നപോലെ അനഘയെ കാണാൻ പോയതും അവിടുന്ന് ആ പെൻഡ്രൈവ് കിട്ടിയതും തിരിച്ച് വന്നപ്പോഴേക്കും ടെക്സ്റ്റൈലിൽ കയറിയതും അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും തന്നെ കള്ളന്മാർ വന്ന് ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ആദർശ് പറയുന്നുണ്ട്, ഇന്ന് തന്നെ നിൻ്റെ ബാഗ് മോഷണം പോകണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളക്കളിയില്ലേ, എന്തായാലും നീ അനഘയുടെ വീട്ടിൽ പോയെന്നറിഞ്ഞിട്ടുള്ള ആരോ ആയിരിക്കും ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഞങ്ങൾ കുറേ അധികം മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവിടെ ആബിയെ കണ്ടായിരുന്നു, വഴിയിൽ ആബി ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മിക്കവാറും ഇതിൻ്റെ പുറകിലും അവൻ തന്നെയായിരിക്കും, അവൻ്റെ കള്ളക്കളിയായിരിക്കും ഇതിൻ്റെ പിന്നിലും, നിനക്ക് അവിടുന്ന് എന്തെങ്കിലും കിട്ടി കാണുമെന്നുള്ളത് അവൻ അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ നിൻ്റെ ആ ബാഗ് മോഷ്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ്.
അപ്പോഴേക്കും നയനയ്ക്കും ചെറിയൊരു സംശയമുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, അതിന് അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ഞാനും അനഘയെ നോക്കുന്ന സ്ത്രീയും ചന്തുമോളും മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഒരു പെൺഡ്രൈവ് എൻ്റെ കയ്യിൽ കിട്ടിയ കാര്യം വേറെ ആരറിയാനാണ്, ആരും അറിഞ്ഞിട്ടും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളായിരിക്കും ഇപ്പം എൻ്റെ ഈ ഭാഗ്യം മോഷ്ടിച്ചതിൻ്റെ പിന്നിലെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് വേറെ ആരെയും സംശയിക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ പുറകിലും അഭി തന്നെയായിരിക്കും. കാരണം അനഘ തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ അഭി മാത്രമല്ലേ. അതുകൊണ്ട് തന്നെ അഭി വിലക്കെടുത്തിട്ടുള്ള ആൾക്കാർ അവിടെ കാണുമായിരിക്കും. അനഘ സംസാരിക്കുന്നുണ്ടോ, അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അവൻ ആളെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. അവരാരെങ്കിലും ആയിരിക്കും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മോഷണം ഇപ്പോൾ ഇവിടെ നടന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന. നമ്മൾ പോകുന്നതും നമ്മൾ ചെല്ലുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവരറിയുന്നുണ്ടെന്ന് ആദർശ് പറയുമ്പോഴേക്കും, അതേ ആദർശേട്ടാ, ഇന്ന് എൻ്റെ ബാഗ് അടിച്ചു മാറ്റിയത് ഒരു പ്രത്യേക കാരണമായിട്ടാണ്. എൻ്റെ കയ്യിൽ പെൻഡ്രൈവ് കിട്ടി എന്നുള്ള കാര്യം അവരാരോ മറഞ്ഞിരുന്ന് അവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് എൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ടെന്നുള്ളത് അവരെങ്ങനെ അറിയാനാണ് എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്നതാണ് നയന. എന്നിട്ട് നയന പറയുന്നുണ്ട്, പക്ഷേ അവർ വിചാരിച്ചൊന്നും നടന്നിട്ടില്ല. അപ്പോഴും ദൈവം എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ അവിടുന്ന് ആ സ്ത്രീയോടും അനഘയോടും പറഞ്ഞിരുന്നു പെൻഡ്രൈവ് എൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ള കാര്യം. ഇത് മനസ്സിലാക്കിയ ആരോ തന്നെയാണ് ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതും എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് മോഷ്ടിച്ചതും. പക്ഷേ അവർ എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ല. കാരണം ഞങ്ങൾ ഷോപ്പിങ്ങിന് കയറിയപ്പോഴേക്കും തന്നെ ഞാൻ അവർക്ക് ഒരു കുഞ്ഞ് ഈ സൈഡ് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡ് ബാഗിലായിരുന്നു പെൻഡ്രൈവ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത് എൻ്റെ ബാഗല്ലേ. എന്തായാലും പെൻഡ്രൈവ് ചന്തുമോളുടെ ബാഗിൽ ഇട്ടുകൊണ്ട് അതെന്തായാലും നഷ്ടമാകാതെ കിട്ടി എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ ബാഗ് അടിച്ചുകൊണ്ട് പോയവർക്ക് നല്ല നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് നയനെ ആദർശം ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന അഭിനെയും ആ ഗുണ്ടകളെയാണ് കേട്ടോ. അവർ വലിയ ആൾ കളിച്ച് ബാഗ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ ബാഗ് മൊത്തം അരിച്ച് പിറക്കുന്നുണ്ട്. ഇതിനകത്ത് ഫോണും താക്കോലും അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോഴേക്കും ഗുണ്ടകൾ പറയുന്നുണ്ട്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞങ്ങൾ കേട്ടതാ സാറേ, എന്തോ തെളിവ് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടതാന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതിനകത്ത് കാണണ്ടേ എന്നിങ്ങനെ അഭി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. എന്നാലും അത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അഭി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ സാറേ, ജനലിൽ കൂടെ അത്ര കൃത്യമായിട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ, ഒളിഞ്ഞു കേട്ട കാര്യമല്ലേ സാറേ, അപ്പോൾ അത്രേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ആ ഗുണ്ടകൾ. ഈ ബാഗ് അല്ലാതെ അവരുടെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ അവർ ആ കൊച്ചിന് എന്തോ സാധനം മേടിക്കാനൊക്കെ ആയിട്ട് കടയിൽ കയറിയായിരുന്നു. അപ്പോഴേക്കും തന്നെ അഭിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്, അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഇവിടെ തീ നിന്നാ ജീവിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വിളിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ കേട്ട കാര്യമാണ്, ഞങ്ങൾക്കല്ലാതെ അവിടെ പോയിരുന്ന് നേരിട്ട് പോയി കാണാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒളിഞ്ഞു മറിഞ്ഞ് കേട്ട സംഭവമാണ് സാറിനെ വിളിച്ച് പറഞ്ഞത്. എന്തായാലും അവരുടെ കയ്യിൽ എന്തോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അത് ഈ ബാഗിനകത്തില്ലെങ്കിലും അത് കിട്ടാനുള്ള സാധനം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, എന്നാൽ ശരി നിങ്ങൾ വിട്ടോ, എപ്പോഴും അവിടെ തന്നെ കാണണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എപ്പോഴും നിങ്ങളുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കണം, അവൾ ചലിക്കരുത്, അവൾ ഒരു വാക്ക് സംസാരിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അഭി. എന്നിട്ട് അവർ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ അവളെ ഫോളോ ചെയ്ത് പോട്ടെ, അവൾ ഓഫീസിലോട്ടായിരിക്കും പോയേക്കുന്നത്, എന്ത് തെളിവ് കിട്ടിയാലും അവൾ അത് ഉടനെ ആദർശനോടായിരിക്കും പറയുന്നത് ഒക്കെ പറഞ്ഞിട്ട് അഭി അവിടുന്ന് ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ ഇങ്ങനെ നയനെ ആദർശം കൂടെ ഇങ്ങനെ പറയുകയാണ്, എന്നാൽ ബാഗും ഫോണും ഓഫീസിൻ്റെ കീയും നഷ്ടമായില്ലേ, അതുകൊണ്ട് നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെടാം, എന്തായാലും സാധനം ഇന്നുമായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പോലീസിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബാഗൊക്കെ നഷ്ടമായ കാര്യം. അത് കഴിയുമ്പോഴേക്കും തന്നെ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ നമുക്ക് ഈ പെൻഡ്രൈവ് ഇപ്പം തന്നെ ഒന്ന് ഇട്ട് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആരും ഇതിനെക്കുറിച്ച് അറിയണ്ട, നീ പോയി ഡോർ ലോക്ക് ചെയ്തേരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോർ ലോക്കാക്കാൻ പറയുകയാണ്. എന്നിട്ട് അവരാരും അറിയാതെ തന്നെ ലാപ്ടോപ്പിൽ ഈ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയാണ്. ആ കാഴ്ച കണ്ട് ആദർശം നയനയൊക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ അനഘയുടെ വീട്ടിലേക്ക് അഭി ചെന്നതിൻ്റെയും അഭിയോട് അനഘ തൻ്റെ കുട്ടിയെ ഏറ്റെടുക്കണമെന്ന് സംസാരിച്ച കാര്യങ്ങളും അഭി അതിന് പറ്റില്ലെന്ന് പറഞ്ഞതും തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അനഘയെ അപായപ്പെടുത്തുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം താൻ ഏത് നിമിഷം മരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടും അഭി തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ, തൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കാൻ ഒരു സേഫായ സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നൊരിക്കൽ അഭി തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കിലും ഇത് അനന്തപുരിയിൽ വളരേണ്ട അല്ലെ അഭിയുടെ കുഞ്ഞാണെന്ന് പറയണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ നേരത്തെ തന്നെ അനഘ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തെളിവുകളെല്ലാം കൂടിയാണ് ആ പെൺഡ്രൈവിനകത്തും ഉണ്ടായിരുന്നത്.
ആ ഒരു പെൻഡ്രൈവിൽ തന്നെ കുറേയധികം ഫോട്ടോസും ഉണ്ടായിരുന്നു. ഇവർ പ്രണയിച്ച് നടന്നപ്പം മുതലുള്ള എല്ലാ ഫോട്ടോസും അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ തെളിവ് തന്നെയാണ് ഇവർ തമ്മിലുള്ള അടുപ്പം എല്ലാവരെയും കാണിക്കാനായിട്ട്. ആദർശിൻ്റെയും നയനയുടെയും കയ്യിൽ കിട്ടിയ വലിയൊരു തുറപ്പുചീട്ട് തന്നെയാണ്. കാരണം അഭി സംസാരിച്ചിട്ടുള്ള ഓരോ വോയിസ് ക്ലിപ്പുകളും വീഡിയോസും എല്ലാം തന്നെ അതിലുണ്ട്. അതൊക്കെ നല്ലൊരു തെളിവ് തന്നെയാണ്. കാരണം അഭി വേണമെങ്കിൽ പറയും ഇതൊക്കെ എഡിറ്റിംഗ് അല്ലേ, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഒറിജിനൽ വീഡിയോ കണ്ടിട്ട് എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സമയം തന്നെ ചന്തു മോളെ ഇങ്ങനെ നയനെ ആദർശനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട മോളെ, ഇതാണ് മോളുടെ അച്ഛൻ. ചന്തുമോള് പറയുന്നുണ്ട്, അല്ല എൻ്റെ അച്ഛൻ നിങ്ങളാണ്, ഈ അച്ഛനെ എനിക്ക് വേണ്ട, ഈ അച്ഛൻ ദുഷ്ടനാ എന്നിങ്ങനെ പറയുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കി, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചന്തുമോള്. അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മോൾ ഇതുവരെ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന്. അവളോട് ആരാ ആദർശ അച്ഛനെന്ന് പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഈ അങ്കിളാ എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അമ്മ മരിച്ച ദിവസം ഇതാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചെന്നത് ഈ അങ്കിളാ. എൻ്റെ ചന്തുമോള് പറയുന്നുണ്ട്, എൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ ദിവസം ഈ അങ്കിളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഈ ഫോട്ടോയിലുള്ള ആളാണ് കുഞ്ഞിൻ്റെ അച്ഛൻ, ഇയാളെ കാണുമ്പോഴേക്കും അച്ഛാന്ന് വിളിച്ച് അടുത്ത് പോയി നിൽക്കണം, അച്ഛാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചന്തുമോള്. അപ്പോഴാണ് ആദർശനും നയനയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. മോളെന്താ പിന്നെ ഇതൊന്നും പറയാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ആ അങ്കിള് പറഞ്ഞു, ആരോടും പറയരുത്, പറഞ്ഞ എൻ്റെ അമ്മയെ കൊല്ലും, നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും, പിന്നെ നിനക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, മോൾക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, മോളെ ആരും ഒന്നും ചെയ്യത്തില്ല, മോളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയില്ല, മോള് എന്നെ നയനാമാന്ന് തന്നെ വിളിച്ചാൽ മതി, അയാൾ മോളെ ഇനി ഒന്നും ചെയ്യത്തില്ല, മോളെ പേടിപ്പിച്ച് കളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്തുമോള് ആ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർ പെൻഡ്രൈവൊക്കെ എടുത്ത് മാറ്റി ഭദ്രമാക്കി വെക്കുന്നുണ്ട്. അബി ഈ സമയത്ത് തന്നെ പരക്കം വാങ്ങി ഓഫീസിലേക്ക് വന്നിട്ട് ആദർശിൻ്റെ ക്യാബിനിലേക്ക് നോക്കുമ്പോഴേക്കും തന്നെ ഡോറൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അബിക്ക് ഒന്നും കാണാനും പറ്റുന്നില്ല. അങ്ങനെ അബി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എന്തോ ഒരു തെളിവ് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓഫീസ് ടൈമിൽ ഇങ്ങനെ ഡോർ അടച്ചിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും ഒന്നും വിളിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ വന്നിട്ട് ഡോറിൽ മുട്ടുന്നുണ്ട്. അപ്പോഴേക്കും 2-3 പ്രാവശ്യം മുട്ടിയപ്പോഴേക്കും തന്നെ ആദർശ് പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നയന പെൻഡ്രൈവും ലാപ്ടോപ്പും അവിടുന്ന് മാറ്റിയിരുന്നു. എന്നിട്ട് ചന്തുമോളെ ഇങ്ങനെ കളിപ്പിക്കുന്ന പോലെ ഇരിക്കുകയാണ് നയന. അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളെ ഈ സമയത്ത് ഡോർ അടച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ വേർതിരിക്കുന്നത്, നീ എന്തെങ്കിലും പിന്നെയും കള്ളത്തരം വല്ലതും കാണിച്ചോ, ഈ ഫുള്ള് AC ആണല്ലേ ഇവിടെ, എന്നിട്ടും എന്താ വേർതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അല്ല ഏട്ടാ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതാണ് അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ തന്നെ അബി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ എന്താ ഈ പകൽ സമയത്ത് ഇതൊക്കെ അടച്ചു പൂട്ടി ഇങ്ങനെ നിങ്ങളിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നോക്കുമ്പോഴേക്കും ചന്തുമോളെ അവിടെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആഹാ ചന്തുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അബി. അപ്പോൾ ഏട്ടത്തി എന്താ ഇന്ന് ഓഫീസിലോട്ട് വന്നില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഇല്ല, ഞാൻ ഇന്ന് ഓഫീസിലോട്ട് വന്നില്ല, ഞാൻ അനഘയെ കാണാൻ പോയതായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ചേച്ചി അവൾക്ക് വല്ല മാറ്റം ഉണ്ടോ, ആരാ എന്താന്ന് വല്ലതും അവൾ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അബി. പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല, അതേ അവസ്ഥയിൽ തന്നെയാണ് ആ കുട്ടി കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മോൾക്ക് അവളുടെ അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയതാ, മോളെ അമ്മേനെ ഒന്ന് കാണിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവിടെ പോയിട്ട് എന്തെങ്കിലും സംശയാസ്പദമായി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ചോദിക്കുമ്പോഴേക്കും ആ കിട്ടി, ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി അത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊക്കെയുണ്ട്, അതൊക്കെ നിന്നെ ഞങ്ങൾ കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ആ ഒരു വീഡിയോ കാണിച്ചിട്ട് പറയാണ്, ഇതൊന്നും നീ കണ്ടു നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും കണ്ടോടാ, നീയൊക്കെ എത്രയൊക്കെ തെളിവ് നശിപ്പിക്കാൻ തോന്നിയാലും എത്രയൊക്കെ സത്യത്തെ മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്ത് വരും, അതിപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായി നിൽക്കുകയാണ് കേട്ടോ. കാരണം നാണം കെട്ട് നാറിപ്പോയി. അഭി ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ അഭി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ എന്താ ഈ പകൽ സമയത്ത് ഇതൊക്കെ അടച്ചു പൂട്ടി ഇങ്ങനെ നിങ്ങളിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നോക്കുമ്പോഴേക്കും ചന്തുമോളെ അവിടെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആഹാ ചന്തുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അഭി. അപ്പോൾ ഏട്ടത്തി എന്താ ഇന്ന് ഓഫീസിലോട്ട് വന്നില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഇല്ല, ഞാൻ ഇന്ന് ഓഫീസിലോട്ട് വന്നില്ല, ഞാൻ അനഘയെ കാണാൻ പോയതായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല ചേച്ചി അവൾക്ക് വല്ല മാറ്റം ഉണ്ടോ, ആരാ എന്താന്ന് വല്ലതും അവൾ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അഭി. അപ്പോഴേക്കും അപ്പോഴേക്കും നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ല അവൾക്ക് അതേ സ്റ്റേജിൽ തന്നെയാണ്, അതേ ഇത്
ഇല്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് ആ കുട്ടി കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മോൾക്ക് അവളുടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയതാ. മോളെ അമ്മേനെ ഒന്ന് കാണിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അല്ല അവിടെ പോയിട്ട് എന്തെങ്കിലും തെളിവ് വല്ലതും കിട്ടിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായി അവിടുന്ന് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ചോദിക്കുമ്പോഴേക്കും ആ കിട്ടി. ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി അത്? എന്താ ഏട്ടത്തി അത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊക്കെയുണ്ട്, അതൊക്കെ നിന്നെ ഞങ്ങൾ കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ആ ഒരു വീഡിയോ കാണിച്ചിട്ട് പറയാണ്, ഇതൊന്നും നീ കണ്ടു നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും കണ്ടോടാ, നീയൊക്കെ എത്രയൊക്കെ തെളിവ് നശിപ്പിക്കാൻ തോന്നിയാലും എത്രയൊക്കെ സത്യത്തെ മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും. അതിപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അബി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായി നിൽക്കുകയാണ് കേട്ടോ. കാരണം നാണം കെട്ട് നാറിപ്പോയി. ആണ് ഇത്രയും നാള് ആദർശാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് ആദർശിനെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാവോ അത്രയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാണ് നമ്മുടെ അബി. ഈ ഒരു അവസ്ഥയിൽ അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അബി ആകെപ്പാടെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കേണ്ട താമസം കൂടിയേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാലേ നിന്റെ ചീട്ട് വലിച്ചു കയറും എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഒന്നും പറയല്ലേ ആദർശേട്ടാ, വീട്ടിൽ പറഞ്ഞാൽ മുത്തച്ഛൻ എന്നെ ഇറക്കി വിടും. ഇപ്പൊ പിന്നെ ഞാനാണോ ആദർശേട്ടനാണോ എന്നറിയാത്തത് കൊണ്ടാണ് നമ്മളെ ഒന്നും ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ മുത്തച്ഛൻ എന്നെ കൊല്ലും, അതെനിക്ക് ഉറപ്പാ. എന്നെ ഇറക്കി വിടും, എൻ്റെ ജോലി കളയും, നവിയും കുഞ്ഞും എന്നെ ഡിവോഴ്സ് ചെയ്യും. അതേ ഏട്ടാ, ചന്തമോൾ എൻ്റെ സ്വന്തം കുഞ്ഞ് തന്നെയാണ്. പക്ഷേ അത് ഒരബദ്ധം പറ്റിയതാണ്. 5 വർഷം മുമ്പ് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഗൾഫിലായിരുന്നല്ലോ. അപ്പോൾ അവൾ അതൊക്കെ കഴിഞ്ഞ് മറന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ കരുതിയിട്ടാണ് ഞാൻ നവ്യനെ വിവാഹം കഴിച്ചത്. എന്നൊരു സുപ്രഭാതത്തിൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഏറ്റെടുക്കും ഏട്ടാ? ഏട്ടൻ എൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു വെക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ടെങ്കിലും ആദർശ് അതൊന്നും വകവയ്ക്കാതെ നിൽക്കുകയാണ്. നയന ചോദിക്കുന്നുണ്ട്, നാണമില്ലേ നിനക്ക്? നീ ഇത്രയും നാളും എല്ലാവരെയും കബളിപ്പിച്ചില്ലേ? ആദർശേട്ടനെ മുഖ്യപ്രതിയാക്കാൻ നീ എന്തുമാത്രം ശ്രമിച്ചു? ഈ ഒരു സംഭവത്തിന് പിന്നിൽ നീ എന്തുമാത്രം കളിച്ചിട്ടുണ്ട്? എന്തുമാത്രം നിന്റെ ഈ ബുദ്ധിയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് നിന്റെ ഈ ബുദ്ധിയിൽ ഉദിച്ചത്? നീ മൊത്തത്തിൽ തന്നെ അനന്തപുരിയിൽ നാണക്കേട് ഉണ്ടാക്കിയില്ലേ? അനന്തപുരിയിൽ മൊത്തത്തിൽ നീ നാണക്കേട് ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ നീ കുറ്റക്കാരനുമാക്കി. അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല, ഞാൻ ഒരിക്കലും ഇത് പൊറുക്കത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. എന്തൊക്കെ ചതിയാ നീ ഇത്രയും നാളും ചെയ്തു കൂട്ടിയത്? നവ്യേച്ചിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞുമായി. നവ്യേച്ചി ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നവ്യ ഒരിക്കലും ഇത് അറിയരുത്. അറിഞ്ഞാൽ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യും. അറിയാമല്ലോ നവ്യയുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ നയനയോട് അഭി പറയുകയാണ് കേട്ടോ. നവ്യ ഇത് ഒരിക്കലും അറിയല്ലേ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലുമില്ല. വീട്ടിലേക്ക് ചെല്ലേണ്ട താമസം. ഞാനിത് എല്ലാവരെയും വിളിച്ചു കൂട്ടി തന്നെ ഇക്കാര്യം പറയും. ചന്തുമോള് നിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയുമെന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടാ ഒന്ന് പറ, ആദർശേട്ടാ ഏട്ടത്തിയോടൊന്ന് പറ, ആരെയും കാണിക്കില്ലേ, ആരോടും പറയല്ലെന്നൊന്ന് പറ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ടെങ്കിലും ആദർശ് പറയുന്നുണ്ട്, ഡാ ആരും അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് എങ്ങനെ നീ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേ? ഈ ലോകത്ത് മുഴുവൻ ഇപ്പോൾ ഓർത്തിരിക്കുന്നത് ഞാനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ്. ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇതിൻ്റെ പേരിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുക. നിനക്ക് അതുമെല്ലാം അറിയാവോ? എൻ്റെ അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്തി. അമ്മ പോലും ഇപ്പോൾ എന്നോട് മിണ്ടുന്നില്ല. ഇതിനെല്ലാം കാരണം നീ തന്നെയാണ്. നിന്നെ ഞാനങ്ങനെ വെറുതെ വിടുമെന്നൊന്നും നീ ഓർക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇത് 5 വർഷം മുമ്പ് സംഭവിച്ചു പോയ തെറ്റാണ് ആദർശേട്ടാ. അതിപ്പോൾ ഇങ്ങനെ വന്നൊരു പുലിവാലാകുമെന്ന് ഞാൻ ഓർത്തതല്ല. ഞാൻ അന്ന് തന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴേക്കും തന്നെ അവളോട് അബോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും അവളത് സമ്മതിച്ചില്ല. അവൾക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് തന്നെ പറഞ്ഞിട്ട് പിന്നെ അവൾ ഗൾഫിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് എന്നോട് പിണങ്ങി അവൾ ഗൾഫിൽ പോണത്. അവൾക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു. അതിന് ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് അവൾ എന്നോട് പിണങ്ങി ഗൾഫിലേക്ക് പോയത്. പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. അവൾ എന്തായാലും ഈ ഒരു രോഗത്തിന് അടിമപ്പെട്ട് വരുന്നതിന് ഒരു മാസം മുമ്പാണ് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അന്ന് പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആദർശേട്ടാ? 5 വയസ്സുള്ള കുഞ്ഞുമായി. അവൾ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണവും കഴിഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ ഇത് നവ്യോട് പറയും? അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് ഞാനിതെങ്ങനെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ എനിക്ക് പറ്റുമോ? അത് ആ കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ അംഗീകരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട അബി. പക്ഷേ അതിനു മുമ്പേ തന്നെ അവൾ മുത്തച്ഛനെ വിളിച്ച് കാര്യങ്ങളും പറഞ്ഞു.
ഇപ്പം ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമുണ്ട്. ഈ സമയത്ത് അവിടെ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും എന്നെ അടിച്ചിറക്കത്തേ ഉള്ളൂ. ദയവ് ചെയ്ത് ആദർശേട്ടാ ഇത് ആരോടും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇല്ലടാ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അനക്കടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണവും നീ തന്നെയാ. അവൾ ആ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് മരിക്കാൻ പോവാന്ന് അറിഞ്ഞിട്ട് പോലും നീ ആ കുട്ടിയോട് ഒരു സഹതാപം കാണിച്ചില്ല. അവളെ നീ കൂടുതൽ കൂടുതൽ വിഷമിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെയുള്ള നിന്നെ ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ ചന്തുമോളുടെ അച്ഛൻ വേറെ ആരെങ്കിലും ആണെന്നുള്ളത് വരുത്തി തീർത്താലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. ആദർശിന് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആദർശ് ഒന്നും തന്നെ നോക്കിയില്ല, നമ്മുടെ അഭിയുടെ മുഖത്തിനിട്ട് ഒരൊറ്റടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാണം ഉണ്ടോടാ നിനക്ക്? വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയാണ് അവൾ. അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആകെപ്പാടെ വിഷമിച്ച് നടക്കുകയാണ് ആ കുട്ടി. അതിന് നടുവിൽ അവൻ്റെ പുതിയൊരു കഥ. നിനക്ക് നാണമില്ലേ? നീ പറയുന്ന കഥ കേൾക്കാൻ ഞാൻ നിൽക്കുന്ന വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെപ്പോലെയല്ല. ഒരിക്കലും ഞാൻ നിന്നെപ്പോലെ ആവില്ല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന കാലം വരെ ഒരു പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുമില്ല. എന്നെപ്പോലുള്ള ചെറ്റത്തരമൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് കാണിക്കത്തുമില്ല. ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. അഭിമാനമുള്ള ഒരു പുരുഷനും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേറെ ആളെ അവൻ സെറ്റ് ചെയ്യാന്ന് പോലും. നിൻ്റെ എല്ലാ കള്ളക്കളിക്കും നാടകത്തിനും ഞാൻ കൂട്ടു നിൽക്കുന്നു നീ കരുതിയോ? ഇതിൻ്റെ ഒരു പേരിൽ നീ എന്തുമാത്രം എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് മേടിച്ചടാ? ആ പൈസയൊക്കെ നീ എന്താടാ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നയന അനഘയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ നയനെ ആരോ 2 പേര് ഫോളോ ചെയ്തിരുന്നു. അവരാണ് നയനയുടെ ഭാഗ്യം മോഷ്ടിച്ചുകൊണ്ട് പോയത്. എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പോൾ ആ ഭാഗ്യമോഷണത്തിൻ്റെ പിന്നിലും നീ തന്നെയാണെന്നുള്ള കാര്യം. ഞാൻ എന്തായാലും ഇത് ഉടനെ തന്നെ മുത്തശ്ശിയെ അറിയിക്കും. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. മുത്തശ്ശൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയും. മുത്തശ്ശനാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിരപരാധിത്വം എന്തായാലും എനിക്ക് അവിടെ തെളിയിക്കണം. എൻ്റെ അമ്മയുടെ മുമ്പിലെങ്കിലും എനിക്ക് നല്ലവനാകണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് അഭി ഇങ്ങനെ ചന്തുമോളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, നീ ഇനി കണ്ണുരുട്ടി ചന്തുമോളെ പേടിപ്പിക്കേണ്ട. നിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിൻ്റെ മോളാണെന്നും അവളുടെ അച്ഛൻ നീയാണെന്നുള്ള കാര്യം അവൾക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ആദർശേട്ടനെ നീ കുറേ കരുവാരി തേച്ചയല്ലേ? എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ? നീ ഇനി കുറച്ച് അധികം തന്നെ നാണം കെടണം. ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ നീ എല്ലാവരുടെ മുമ്പിലിട്ട് എന്തുമാത്രം നാണം കെടുത്തി. എന്നിട്ട് അവൻ്റെ ഭീഷണിയും അവൻ്റെ ബ്ലാക്ക് മെയിലും എന്തൊക്കെ കള്ളകളികളായിരുന്നു. എന്ത് ബ്രില്യൻ്റായിട്ടാണ് നീ അഭിനയിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നയന അവനോട് വർത്തമാനം പറയുന്നുണ്ട്. നീ ഒരക്ഷരം മിണ്ടിയേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അബി അവിടെ നിന്ന് പതിയെ ഇറങ്ങുകയാണ് കേട്ടോ. കാരണം അബി ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ആദർശ് നയനയും കൂടെ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇവനെ സൂക്ഷിക്കണം. നമ്മളിനി വീട്ടിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊല്ലാൻ ഇവൻ ഇനി മടിക്കത്തില്ല. എന്തായാലും ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന അബി ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അബി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്, ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്.